നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 312 312. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 31 അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ആരഭ്യ സപ്തമാന്മാസാം ലബ്ധബോധോ അഭിവേവിതാം നൈകത്രാസ്തേ സൂതിവാദേർവിഷ്ടാ ഭൂരിവസോധരാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ 7ാം മാസം മുതൽ ലഭിച്ചിരിക്കുന്ന ബോധത്തോടു കൂടിയവനാണെങ്കിലും 7ാമത്തെ മാസമാണ് കുട്ടിക്ക് ഒരു തരത്തിലുള്ള ബോധം വരുന്നത്. എന്നാൽ അത് പരിപൂർണമാണോ ചോദിച്ചാൽ അല്ലേ. ഇനി 7ാം മാസത്തിൽ മലത്തിൽ ജനിച്ചിരിക്കുന്ന, അതാണ് എവിടെ കിടക്കണത്, മലമൂത്രാദി രക്തത്തിലാണ് കിടക്കണത്. സഹോദരൻ എന്ന പോലെ സൂതികാലവായുവിനാൽ, സൂതികാലം ഗർഭസ്ഥാവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു തരം കാറ്റ് അതിൻ്റെ ഉള്ളിൽ, ആ കാറ്റ് വായുവിനാൽ ചലിപ്പിക്കപ്പെട്ടതായിട്ട്, കാരണം ഇതിൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് ദ്രാവകങ്ങളുണ്ട്, പിന്നെ കാറ്റുണ്ട്, അതാണ് കുട്ടീനെ ചലിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വയറ്റിൻ്റെ ഉള്ളിൽ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൈന്യൂട്ടായിട്ടുള്ള പിന്നെ എക്സ്പ്രഷനാണ്, അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ സൂതികാലവായുവിനാൽ ചലിപ്പിക്കപ്പെട്ടതായിട്ട് ഒരു ദിക്കിലിരിക്കുന്നില്ല, അതായത് ഒരു ദിക്കിൽ കിടക്കുകയോ അങ്ങനെ പറ്റില്ല, അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന് കേട് പറ്റാതെ ഇരിക്കാനുള്ള കാരണം, ക്ഷതം പറ്റാതെ ഇരിക്കാനുള്ള കാരണം ഈ കാറ്റും ഈ വെള്ളവും. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഈ സമയം ബോധഹീനനായിരുന്നാൽ ദുഃഖം അറിയാതെ ഇരിക്കുമായിരുന്നു. ഈ ബോധമാണ് അല്ലേ. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബോധരഹിതനാക്കുക ചെയ്യുക, അബോധാവസ്ഥയിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ എന്താണെന്നാ പറയുക, പിന്നെ വേദന അനുഭവിക്കണില്ല. മെല്ലെ മെല്ലെ അനസ്തേഷ്യയിൽ നിന്ന് ബോധം തിരിച്ചു വരുമ്പോൾ വേദന തുടങ്ങിയായി. ഈ സിസേറിയൻ വേണം എന്ന് പെൺകുട്ടികൾ വാശി പിടിക്കുന്നത് എന്തിനാ? ഭർത്താവിൻ്റെ അടുത്ത് കാശുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവരുടെ പ്രശ്നം, അവർക്ക് വേദന അനുഭവിക്കാൻ വയ്യാന്നാണ്. എല്ലാം ചുളിവിൽ വേണം, ശരിക്കും നൊന്ത് പ്രസവിക്കണം. അപ്പോഴാണ് ആ കുട്ടിക്ക് അമ്മോട് ഇഷ്ടമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, കുട്ടീനെ ആയുടെ അടുത്ത് കൊടുത്ത് അമ്മമാരിപ്പോൾ അൽസേഷൻ നായനും കൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ പിറന്നാളും അങ്ങനെയൊക്കെയാണ്, ഓർബിച്ചറിയും ഒക്കെയാണ്. കുട്ടി അത് തനിക്ക് തന്നെ ശവപ്പറമ്പിലേക്ക് സ്ട്രെച്ചറിൽ ഉന്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്, പറ്റത് തോളത്തിൽ ഏറ്റിയിട്ടാണ് ശവം കൊണ്ടുപോയിരുന്നത് വേണ്ടപ്പെട്ടവർ. അപ്പം നമ്മൾ ചെയ്യണതിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ ഉണ്ട് സമൂഹത്തിൽ. അപ്പോൾ പറയുന്നു, ഈ സമയം ബോധഹീനനായിരുന്നാൽ ദുഃഖം അറിയാതെ ഇരിക്കുമായിരുന്നു. ഈശ്വരേച്ഛ അങ്ങനെയല്ല, ദുഃഖം അനുഭവിക്കണം, എന്നിട്ടെങ്കിലും പിന്നെ വൈരാഗ്യം വരണം. അത് കാണാനില്ല. അപ്പോൾ 7ാം മാസം മുതൽക്ക് ജ്ഞാനമുണ്ടാകുന്നു. ഈ സങ്കടാനുഭവത്തിന് കാരണമായ അനേകം ജന്മകർമ്മങ്ങളെല്ലാം ഓർമ്മയിൽ വരും. ഇതിൽ നിന്ന് നിവർത്തിപ്പാൻ ശക്തനുമല്ല. ആ ഉദരത്തിൽ തന്നെ മലത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന കൃമിയെ പോലെ സാദൃശ്യമുണ്ടെന്നർത്ഥം. സൂതികാവാദത്താൽ ചലിപ്പിക്കപ്പെട്ടുകൊണ്ട് അങ്ങുമിങ്ങും ചലിക്കും, ഒരു സ്ഥാനത്തിൽ തന്നെ ഇരിക്കുകയില്ല. മലത്തിൽ കൃമി കളിക്കും പോലെ ഗർഭപാത്രത്തിൽ കിടന്ന് ചലിക്കും. ആലോചിച്ച് നോക്കണം.
ഇതിൻ്റെ ഈ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് നമ്മൾ വായിച്ച് പഠിക്കണം. എപ്പോൾ 6, 8, 10, 12 വയസ്സുകളിൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ നമ്മുടെ സ്വഭാവം രൂപീകൃതമാകുമ്പോൾ ഈശ്വരീയതയുടെ ഒരംശം അതിലുണ്ടാവും. അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അടുത്ത ശ്ലോകം 11. നാഥമാന ഋഷിർഭീത സപ്തവധ്രീകൃതാഞ്ജലി സ്തുവീതം വിക്ലഭയാ വാചാ യേനോദരേ അർപ്പിതാം. അധികം തപിക്കുന്നവനും ദേഹത്തിൽ ആത്മഭാവനയുള്ളവനും ഭയപ്പെട്ടവനും 7 ചരടുകളാൽ ബന്ധിക്കപ്പെട്ടവനും അഞ്ജലി ബന്ധം ചെയ്തവനുമായിട്ട്. അപ്പോൾ ഗർഭസ്ഥാവസ്ഥയിൽ അഞ്ജലി ബന്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. പുറത്ത് വന്നാൽ പാർട്ടി പറയുന്നത് ചെയ്യും. അങ്ങനെ പറയരുത്. മനസ്സിലായില്ലേ? അപ്പോൾ യാതൊരുവനാൽ ഉദരത്തിൽ പ്രവേശിക്കപ്പെട്ടുവോ ആ ഈശ്വരനെ ഗൽഗതയായിരിക്കുന്ന വാക്കുകൊണ്ട് സ്തുതിക്കും. ഇറ്റ് ഈസ് ദർ ഇൻ അവർ മൈൻഡ്. പക്ഷെ പുറത്ത് വന്നാൽ മായ അത് സമ്മതിക്കണില്ല. അപ്പോൾ മായാ ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടത് വീടുണ്ടാക്കി തരാനും കാറുണ്ടാക്കി തരാനല്ല. മായാദേവിയുടെ നിയാമകനും നിയന്ത്രിതാവുമായിരിക്കുന്ന പരമചൈതന്യമാണ് ഞാനെന്നും ആ അറിവ് എനിക്ക് ഉപലബ്ധമാക്കി തരണേ എന്നുമായിരിക്കണം പ്രാർത്ഥന. അപ്പോൾ പറയണു, ഈ നിലയിൽ കിടന്ന് വളരെ തപിക്കും. ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ഭാവം ജനിക്കും. മാംസാദികളായ 7 ധാതുക്കളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭയപ്പെട്ടിരിക്കയാൽ തന്നെ ഈ ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിച്ച് ഈ വിധം ശിക്ഷിക്കുന്ന, അതന്നെ ഒരു ശിക്ഷയാണെന്നാണ് പറഞ്ഞതേ. ഈശ്വരൻ്റെ കാരുണ്യത്തിനായി അഞ്ജലി ബന്ധം ചെയ്ത് ഗൽഗതാക്ഷരങ്ങളോട് കൂടിയ വാക്കിനാൽ സ്തോത്രം ചെയ്യും. അതാണ് ഇനി വരാൻ പോണത്. ജന്തുരുവാച, ജീവനുള്ളതിനാണ് ജന്തു എന്ന് പറയാം. 12ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. 12ാമത്തെ ശ്ലോകം മുതൽക്ക് തസ്യോപസന്നമവിധം ജഗത് ഇച്ഛയാത്ത നാനാതനോർഭുവി ചലച്ചരണാരവിന്ദം സ അഹം ഭദ്രാമി ശരണം ഹ്യകുതോ ഭയം മേ യേനേ ദൃശി ഗതിരദർശ്യ സദോ അനുരൂപാഹ. അപ്പോൾ പറയണു, ശരണം പ്രാപിച്ചതായ ലോകത്തെ രക്ഷിപ്പാനായിക്കൊണ്ട് സ്വന്തം ഇച്ഛയാൽ സ്വീകരിച്ചിരിക്കുന്ന നാനാവിധ ശരീരങ്ങളോടുകൂടിയ, എന്താ സ്വന്തം ഇച്ഛയാൽ എന്ന് പറഞ്ഞത്? സ്വന്തം കർമ്മഫലം കൊണ്ട് എന്നർത്ഥം. എന്താവണമെന്ന് നമ്മൾ നിരീക്കണോ അതായി തീരണു. പറഞ്ഞ വിഷയം. അപ്പോൾ അവൻ്റെ ഈശ്വരൻ്റെ ഭൂമിയിൽ ചലിക്കുന്നതായ അരവിന്ദം പോലെ ഇരിക്കുന്ന ചരണത്തെ, തിരുവാതപത്മങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ. എനിക്ക് എല്ലാ ഭയത്തെയും നശിപ്പിക്കുന്നതാകുന്നു. അതായത് ഈശ്വരവചനം, ഈശ്വരൻ്റെ പാതാരവിന്ദത്തിൽ അഭയം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അഭയത്തിനായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഭയം ഉണ്ടാവണ്ട. അതാണ് നശിപ്പിക്കുന്നതാകുന്നു. അസത്തായിരിക്കുന്ന എനിക്ക് സദൃശിയായ ഈ വിധം സ്ഥാനം യാതൊരുവനാൽ കാണിക്കപ്പെട്ടു. ഭഗവാനാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ജന്തു പറയുന്നു, അസൽ കർമ്മങ്ങളെ അനുഷ്ഠിച്ച എനിക്ക്, അസൽ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളല്ല, അസൽ പറഞ്ഞോ, അസൽ കർമ്മങ്ങളെ അനുഷ്ഠിച്ച എനിക്ക് സദൃശമായിരിക്കുന്ന ഈ ഗർഭവാസത്തെ ആർ നിശ്ചയിച്ചുവോ ആ ഈശ്വരൻ്റെ ചരണാരവിന്ദത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എൻ്റെ സകല ഭയത്തെയും തീർത്ത് രക്ഷിപ്പാനുള്ള കാരുണ്യവും ശക്തിയും ആ പാദങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അതാണ്, വേറൊന്നുമില്ല. ശരണം പ്രാപിക്കുന്നവരെ രക്ഷിപ്പാനായിട്ട് കരുണാമൂർത്തിയായ ആ ഭഗവാൻ ശ്രേഷ്ഠയാ നാനാ സ്വരൂപങ്ങളെ സ്വീകരിച്ച് ഭൂമിയിൽ സഞ്ചരിക്കുന്നവല്ലോ. ജീവാനുഗ്രഹത്തിനായിട്ട്, ജീവന്മാരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് സ്വയം ഗർഭവാസാദി ഭാവത്തെ അവലംബിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ പാദപത്മത്തെ ശരണം പ്രാപിക്കുന്നു എന്നാണ്. എത്ര ഉദാത്തമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് സനാതനധർമ്മം വെച്ച് നീട്ടണത്.
അത് എന്തുകൊണ്ട് മനസ്സിലാക്കണില്ല? 13ാമത്തെ ശ്ലോകം. യസ്ത്വത്ര ബദ്ധ ഇവ കർമ്മഭിരാവൃതാത്മാ ഭൂതേന്ദ്രിയാശയമയീമവലംബ്യമായാം ആസ്തേ വിശുദ്ധമവികാരമഖണ്ഡബോധം ആദപ്യമാനഹൃദയേ അവസിതം നമാമി. ഇതാണ് ശ്ലോകം. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം എന്ന രൂപത്തിൽ ഇരിക്കുന്ന ഈശ്വരശക്തിയെ ആശ്രയിച്ചിട്ട് ബദ്ധനെന്ന പോലെ കർമ്മങ്ങളാൽ മറയ്ക്കപ്പെട്ട ആത്മാവോടുകൂടിയ യാതൊരുവനാകട്ടെ ഇവിടെ ഇരിക്കുന്നുവോ പരിശുദ്ധനും വികാരരഹിതനും. ഈശ്വരൻ വികാരരഹിതനാണ്, വിചാരമാണ് വേണ്ടത്. വികാരരഹിതനും പരിപൂർണജ്ഞാനസ്വരൂപനും അഖണ്ഡബോധം എന്നാണ്. ഏറ്റവും തപിക്കുന്ന ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനുമായ ഈശ്വരനെ നമസ്കരിക്കുന്നു. നന്നായിട്ട് തപം ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിൽ ചളി ഇല്ലാതെ കണ്ടാക്കാൻ അതിനെ ഒന്ന് ഊതി പഴുപ്പിക്കണം. നല്ല ഈ സ്വർണം ശുദ്ധീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രക്രിയ ചെയ്യണം. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത് ഈശ്വരനും ജീവനും തമ്മിലുള്ള ഭേദത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ഈശ്വരനും ജീവനും അഹം ബ്രഹ്മാസ്മി തത്വമസിയൊക്കെ പറയുകയാണെങ്കിലും ഇതറിഞ്ഞിരിക്കണം. മാതാവിൻ്റെ ഉദരത്തിലിരിക്കുന്ന ദേഹത്തെ അവലംബിച്ചിരിക്കുന്ന ജീവസ്വരൂപനായ ഞാൻ, അത് ഭഗവാൻ, അത്യന്തം പരിതപിച്ചിരിക്കുന്ന എൻ്റെ ഹൃദയാന്തർഭാഗത്തിൽ പ്രകാശിക്കുന്ന ഈശ്വരനെ നമസ്കരിക്കുന്നത്. ഇതാണ് എന്തുകൊണ്ടാണ് യജ്ഞവേദിയിൽ പറയാത്തത്. അത് അല്ലെങ്കിൽ ഒരു സാധകൻ എന്തുകൊണ്ട് ഇത് ചോദിക്കണില്ല? ബാക്കിയൊക്കെ ദ്വൈതല്ലേ. ഈശ്വരനെ ഒരു വ്യക്തി ആരാധിക്കുകയാണെങ്കിൽ ദ്വൈതാണ്. ഞാൻ എന്നിലെ ഈശ്വരനെ അറിയാലാണ് അദ്വൈതം. രണ്ടെന്നില്ലാത്ത അവസ്ഥ. എനിക്ക് പുറത്തല്ല ഞാൻ തരേണ്ടത്, എൻ്റെ ഉള്ളിലാണ്. ഇത്രയും അറിയണം. അപ്പോൾ പറയണു, പഞ്ചഭൂതങ്ങളായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും അന്ധക്കരണമായിട്ടും പരിണമിച്ചിരിക്കുന്ന മായയുടെ വിലാസം നിമിത്തം പുണ്യപാപാത്മകങ്ങളായ കർമ്മങ്ങളുടെ ഫലങ്ങളായ സുഖദുഃഖങ്ങളാൽ മറക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല. അതായത് ബ്രഹ്മത്തിൻ്റെ രൂപത്തെ അറിയണില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അല്ലേ? അപ്പോൾ പറയണു, ആ ഭഗവാനാകട്ടെ മായാസംബന്ധമോ അതുനിമിത്തമുണ്ടാകുന്ന ദേഹബന്ധമോ അതുനിമിത്തമുള്ള ബാല്യ യൗവന വാർദ്ധക്യാദി വികാരമോ ഇല്ലാതെ പരിശുദ്ധനും പരിപൂർണ ജ്ഞാനസ്വരൂപനുമായിരിക്കുന്നു. അതിനാൽ എൻ്റെ ഈ ബന്ധാവസ്ഥയെ നശിപ്പിക്കുവാൻ ശക്തനായിരിക്കുന്ന ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ഇപ്പോൾ സത്യത്തിൽ ഞാൻ എന്ന വ്യക്തി ആശാപാശങ്ങളെ കൊണ്ട് ബന്ധിച്ചിട്ടുള്ളതാണ് ഇരിക്കണതെങ്കിൽ കൂടി എന്നിലുള്ള ഈശ്വര ചൈതന്യം ബന്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ബന്ധിക്കപ്പെടാത്ത ഒരാൾക്ക് മാത്രമേ ബന്ധിക്കപ്പെട്ട ഒരാളുടെ കട്ട അഴിക്കാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് അഴിക്കാനും പറ്റില്ല. അവരവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുരുക്ക് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കഴുത്തിന് കുരുക്ക് വീണിട്ടുള്ളതിന് വേറൊരാൾ എന്തിനാ കുറ്റം പറഞ്ഞത്? ഈ ചെല്ലട പണ്ടത്തെ കാലത്ത് തറവാടുകളിൽ വലിയ വലിയ വീടുകളിൽ മരത്തിൻ്റെ ഒരു ഉരുള്, അത് രണ്ട് സർക്കിള്, അതായത് വട്ടത്തിൽ മിനുസപ്പെടുത്തിയിട്ടുള്ള ഒരേ വീതി ഉള്ള ഒരേ ഡയാമീറ്ററുള്ള രണ്ട് ഉരുളുകൾ, അതിനെ 10-12 പട്ടിക കൊണ്ട് ബന്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു അച്ചുതണ്ടുണ്ട്. അതിങ്ങനെ 2 കൈയുണ്ടാവും. അതിൽ വിലങ്ങനെന്ന് വെച്ചിട്ട് അതിലാണ് ഇത് കിടന്ന് തിരിയണത്. അപ്പോൾ അതിനാണ് ചെല്ലട എന്ന് പറയാം. അല്ല ചെല്ലട, അതെ ചെല്ലട. ഈ അരി പിന്നെ പൊടി അതൊക്കെയാണല്ലോ ചെല്ലട. അതിനും ചെല്ലട, അതിനും അതിനെ പറയാം. അപ്പോൾ അതിൽ 2 ഉരുളുണ്ടാവും, മരത്തിൻ്റെ ബോൾസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഉരുളുമ്പോൾ
ആ മരത്തിൻ്റെ ബാളുകൾ കടന്ന് എത്രത്തോളം സ്പീഡിൽ ബക്കറ്റ് താഴെ പോകണു അത്രയും സ്പീഡ് ഉണ്ടാവും. അതേമാതിരി എത്ര സ്പീഡിൽ ബക്കറ്റ് വലിച്ചു കയറ്റുന്നു അത്രയും ശബ്ദം അതിനുണ്ടാവും. അതേപോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ്റെ സങ്കല്പ വികല്പങ്ങളാണ് നമ്മുടെ പാപപുണ്യങ്ങൾ. അപ്പോൾ എന്നിലുള്ള ഈശ്വര ചൈതന്യമാണ് എന്നെ ജഡ്ജ് ചെയ്യണത്. അല്ലാണ്ട് ശ്രീലകത്തുള്ളതല്ല. അതൊരു ഒബ്ജക്റ്റ് മാത്രമാണത്. എത്രയൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ 14-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. യ പഞ്ചഭൂതരചിതേ രഹിത ശരീരാം ശരീരേ ഛന്നോ യഥേന്ദ്രിയ ഗുണാർത്ഥ ചിദാത്മകോഹം തേനാ വിഗുണ്ഡമഹിമാനമൃഷീം തം ഏനം വന്ദേ പരം പ്രകൃതി പുരുഷയോ പുമാംസം. വന്ദേ പരം പ്രകൃതി പുരുഷയോ പുമാംസം. അതിൻ്റെ വാക്കാർത്ഥം: യാതൊരുവൻ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ദേഹത്തിൽ സ്ഥിതനാണെങ്കിലും ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, ശബ്ദാദികളായ വിഷയങ്ങൾ, ചൈതന്യം എന്നീ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ഞാൻ മറക്കപ്പെട്ടിരിക്കുന്നത് പോലെ മറക്കപ്പെട്ടവനല്ല, വേറിട്ടവനാകുന്നു. അതിനാൽ മറക്കപ്പെടാത്ത മഹിമയോടു കൂടിയും സ്വരൂപത്തെ സാക്ഷാത്കരിച്ചും പ്രകൃതി പുരുഷന്മാരിൽ നിന്ന് വേറിട്ടും ഇരിക്കുന്ന പുരുഷനെ വന്ദിക്കുന്നേ. എന്താപ്പത്? ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഇന്ദ്രിയങ്ങൾ, സത്വാദി ഗുണങ്ങൾ, സാത്വികം, രാജസം, താമസം, ശബ്ദാദി വിഷയങ്ങൾ, ചൈതന്യം ഇവയുടെ സംഘാതമായിരിക്കുന്ന ദേഹത്തെ അഭിമാനിക്കുന്ന ഞാൻ സ്വരൂപബോധമില്ലാത്തവനായിരിക്കുന്നു. എൻ്റെ രൂപം എന്താണെന്നുള്ളത് മനസ്സിലാവണില്ല. ഈശ്വരനാകട്ടെ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ സ്വേച്ഛയാ സ്വന്തം ഇഷ്ടപ്രകാരം നിവസിക്കുന്നവനാകുന്നുവെങ്കിലും അതിൽ അഭിമാനമില്ലാതിരിക്കുന്നു. കാരണം എന്താ? സാക്ഷിയാണ്. സാക്ഷിക്ക് എന്തിനാ അഭിമാനം? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ട്. അതിനാൽ നിത്യമായിരിക്കുന്ന ജ്ഞാനാനന്ദ സ്വരൂപ മഹിമയ്ക്ക് യാതൊരു കുറവുമില്ലാതെ പ്രകൃതിയെയും ജീവന്മാരെയും സ്വവ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിച്ചും സ്വകർമ്മഫലങ്ങളെ അനുഭവിപ്പിച്ചും കൊണ്ടും സ്വതന്ത്രനായിരിക്കുന്നു. അപ്രകാരമുള്ള പരമപുരുഷനായ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. വളരെ പോയിന്റ് ബ്ലാങ്കിലുള്ള എക്സ്പ്ലനേഷനാണ്. ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. സോ ട്രാൻസ്പാരൻറ്റ്. ധവളപത്രമാണ്. 15 ശ്ലോകം: യന്മായയോരു ഗുണകർമ്മ നിബന്ധനേസ്മിൻ സംസാരികേ ഭതിചരം സ്തദഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം പ്രവിണീതലോകം യുക്ത്യാകയാ മഹദനുഗ്രഹമന്തരേണ. യാതൊരുവൻ്റെ മായയാൽ മഹത്തുക്കളായ സത്വാദി ഗുണനിമിത്തങ്ങളായ കർമ്മങ്ങളാകുന്ന നിബന്ധനകളോടുകൂടിയ ഈ സംസാരമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും അതിലുള്ള പരിശ്രമത്താൽ സ്വരൂപത്തെ മറന്നുമിരിക്കുന്ന ഇവൻ മഹാനായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ എന്തൊരു യുക്തിയാൽ സ്വരൂപബോധത്തെ പ്രാപിക്കും? ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം: എന്തിനായിട്ട് ഭഗവാനെ ഭജിക്കണം? എന്തിനാ? വാട്ട് ഈസ് ദി യൂസ് ഓഫ് ഇറ്റ്? എന്താ ആവശ്യം? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കിക്കോളൂ, അതെങ്ങനെയൊക്കെയാണ് ട്വിസ്റ്റ് ആവണത് എന്നാണ് നോക്കിക്കോളൂ. സ്വരൂപത്തെ അറിയുവാൻ പരിശ്രമിച്ചാൽ പോരെ എന്നുള്ള ശങ്കയെ പരിഹരിച്ചും കൊണ്ട് ഭജനം തന്നെ ശ്രേഷ്ഠം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ
മൂഢമതേ, മൂഢന്മാരായിരിക്കുന്നവരെ നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കൂ. നത്തിങ് ലെസ്, അതിൽ നിന്ന് താഴെ ഒന്നും വേണ്ട. ജ്ഞാനസമ്പാദന യത്നമല്ല എന്നുറപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ജ്ഞാനസമ്പാദന യത്നമല്ല, പിന്നെയോ എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ് എന്നിൽ വസിക്കുന്ന ജഗദീശ്വരനെ അഞ്ജലീബന്ധം ചെയ്ത് സ്തുതിക്കുക എന്നുള്ളത്. എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ്. ഒരാളുടെയും പ്രേരണ കൊണ്ടല്ല, എനിക്ക് നന്നാവണമെന്നുണ്ട്, അതുകൊണ്ടാണ്. പ്രശ്നം യാതൊരു ഭഗവാന്റെ ശക്തിയായ മായയുടെ സത്വാദികളായ ഗുണങ്ങളുടെ സംബന്ധം നിമിത്തം പുണ്യപാപകർമ്മങ്ങളും അതിനെ അനുസരിച്ച് സുസുഖദുഃഖങ്ങളും അനുഭവിക്കുന്നതിനുപകരിക്കുന്ന ശരീരങ്ങളെ ധരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് കരകാണാതെയിരിക്കുന്ന ഈ സംസാരമാർഗത്തിൽ അകപ്പെട്ടും ശരീര സംരക്ഷണത്തിന് ഉചിതമായ വ്യാപാരത്തിലുള്ള സംഭ്രമം നിമിത്തം എങ്ങനെയൊക്കെയാ ദിവസങ്ങൾ തള്ളിക്കളയാ. ആ പരിഭ്രമം വേണ്ട, ഭ്രമിക്കാണ്ടിരിക്കുക. സ്വരൂപത്തെ തീരെ മറക്കാൻ കാരണം ഇതാണ്, ആകാംക്ഷ. ഈ ഞാനാകട്ടെ ലോകമാകട്ടെ മഹാനായ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമല്ലാതെ മറ്റു യാതൊരു യുക്തി കൊണ്ടും സ്വരൂപത്തെ അറിവാൻ ശക്തനായി വരുന്നതല്ല. അതിനാൽ ഹേ ഭഗവൻ, നിന്തുരുവടിയെ ഞാൻ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. ആ ജന്തുവിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾ ജീവൻ പോണ വരെ സ്മരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എനിക്കിനി വേറൊരു എന്താ പറയുക, ജന്മം വേണ്ട എന്ന് നമുക്ക് പറയാൻ സാധിക്കണം, പ്രസ്താവിക്കാനും അതിനനുസരിച്ചിട്ട് എനിക്ക് മോക്ഷം വേണമെന്ന് പറയാനും സാധിക്കണം. 16 ജ്ഞാനം യഥേതദാത് യഥേ തദ്ദധാത് കഥമ സദേവസ്ത്രൈകാലികം സ്ഥിരചരേഷ്യനുവർത്തിതാംശ തം ജീവകർമ്മ പദവീമനുവർത്തമാനാം സ്ഥാപത്രയോപശമനായ വയം ഭജേമ. സ്ഥാവര ജംഗമങ്ങളിൽ അനുവർത്തിക്കുന്ന അംശത്തോടുകൂടിയ ഏതൊരു ദേവൻ ത്രികാലത്തെ സംബന്ധിച്ചിരിക്കുന്ന യാതൊരു അറിവിനെ ആധാനം ചെയ്തുവോ അവനെ ജീവനെ ബന്ധിക്കുന്ന കർമ്മമാർഗത്തെ അനുസരിക്കുന്ന ഞങ്ങൾ താപത്രയ ശമനത്തിനായി കൊണ്ട് ഭജിക്കുന്നു. താപത്രയം, പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ എന്നൊക്കെ പറയും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം താപത്രയങ്ങൾ. പിന്നെ ആദിഭൗതികം, ആദിദൈവികം, അല്ലേ, അതും. അപ്പോൾ പറയണു, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ജ്ഞാനമുണ്ടാകുകയുള്ളൂവെന്നുള്ള സ്വ അനുഭവത്തെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കണം. ഞാൻ വാശി പിടിച്ചുകൊണ്ട് എനിക്ക് അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല, ഭഗവാൻ കനിഞ്ഞു തന്നാൽ. അതുകൊണ്ടാണ് സദാസേവ്യ ഭഗവാനെ പ്രഭുവായിട്ടും നാം സേവകനായിട്ടും ഭാവിക്കണം. പറയണു, എൻ്റെ അതീത ജന്മങ്ങളെയും ഇപ്പോഴത്തെ ഈ അവസ്ഥയെയും ഇനി മേൽ എനിക്കുണ്ടാകാവുന്ന അവസ്ഥകളെയും സംബന്ധിച്ചിരിക്കുന്ന ഈ അറിവിനെ എനിക്ക് നിത്യപ്രകാശസ്വരൂപനായ യാതൊരു ഭഗവാൻ, കാർമേഘങ്ങളുണ്ടെങ്കിലും അവരവരുടെ ഉള്ളിൽ സ്വയം പ്രജ്വലിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആത്മസൂര്യൻ ഉള്ളിലുള്ളത് അന്തസ്ഥൻ, പ്രകൃതിയിലുള്ളത് സൂര്യനാരായണൻ. അപ്പോൾ സൂര്യനാരായണൻ്റെ രശ്മികൾ ഭൂമിയിൽ കൊള്ളാതെയിരിക്കുന്ന സമയത്ത് നമ്മൾ അന്ധകാരത്തിലാണെങ്കിലും ആത്മസൂര്യൻ ഉണർന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്.
നമ്മൾ ഉറങ്ങുകയാണെങ്കിലും ആത്മസൂര്യൻ ഉണർന്നിട്ടാണ് ഇരിക്കണത്. അപ്പം എനിക്ക് നിത്യപ്രകാശ സ്വരൂപനായ യാതൊരു ഭഗവാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നുവോ, ജീവാത്മാവായ എന്നെ ഈ മാതിരി ശരീരങ്ങളിൽ യോജിപ്പിക്കുന്നതിനും സുഖദുഃഖ അവസ്ഥകളെ അനുഭവിക്കുന്നതിനും സമർത്ഥമായിരിക്കുന്ന കർമ്മപദവിയെ അനുവർത്തിച്ചിരിക്കുന്ന ഞങ്ങൾ ജീവാത്മാക്കൾ ഈ ബന്ധനത്തിൽ നിന്ന് നിവർത്തിപ്പാനായിക്കൊണ്ട് നിത്യജ്ഞാനാനന്ദ സ്വരൂപനായ ആ ദേവനെ സർവാത്മ ഭാവേന ഭജിക്കുന്നു സദാ. അതിനൊരു കൊടിയേറ്റും ഒരു പള്ളിവേട്ടിയും പിന്നെ ഒരു ആറാട്ടും ഇല്ല. പരമശയ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകല ശരീരങ്ങളിലും അന്തര്യാമിയായിരിക്കുന്നത് ആ ദേവനാകയാൽ ഞങ്ങളെ ഈ ബന്ധനത്തിൽ നിന്ന് വിടർത്തുവാൻ ആ ദേവന് മാത്രമേ ശക്തിയുള്ളൂ, പുറമേയുള്ള ശക്തിക്കില്ല. ഗുരുവായൂരിൽ വരുന്ന ഗുരുവായൂരപ്പന് ലക്ഷക്കണക്കിന് ക്യൂവിൽ നിന്ന് തൊഴണ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവരവരുടെ ഉള്ളിൽ ഉള്ള ചൈതന്യത്തിന് മാത്രമേ അതിന് ശക്തിയുള്ളൂ. ഇതറിയാണ്ട് പോയാൽ ബുദ്ധിമുട്ടായി. ഇതറിയാണ്ട് പോരുത്. എനിക്കുള്ളൊരു സന്തോഷം എന്താ, 95 ഈശ്വരഹിതം ഈശ്വരേച്ഛ കൊണ്ട് സാക്ഷാൽ എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള അദ്ദേഹത്തെ കാണാൻ ഇടവന്നതും ഇത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിൻ്റെ മഹിമ എന്നെ ബോധവൽക്കരിപ്പിക്കുകയും ചെയ്തത് ദേവി പത്മാവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അതാണ് സാക്ഷി. അത് വെറുതെ പോയിട്ടില്ല. അത് എത്രയോ ഉന്നതിയില. ഒരു വ്യക്തി, ഞാനെന്നുള്ള വ്യക്തി ഭഗവാന്റെ കയ്യിലുള്ളൊരു ചട്ടുകം പോലെ ഭഗവാൻ എന്നെ ഉപയോഗിച്ചും കൊണ്ട് 3500 പരം പ്രഭാഷണങ്ങൾ എനിക്ക് ഗിന്നീസ് ബുക്കിൽ പോവാം, അതിനുള്ള കോപ്പുണ്ട്. പക്ഷേ ഈശ്വരീയ കാര്യങ്ങളെ എന്താ പറയുക, ഗസറ്റഡ് ഓഫീസേഴ്സ് സർട്ടിഫൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് പിന്തിരിഞ്ഞു. കാരണം ഞാനും ഭഗവാനും കൂടിയിട്ടുള്ള ബന്ധം വേറൊരാൾ സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാം. മനോഷയിലെ അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, എൻ്റെ ആനന്ദപ്രാപ്തിയാണ് ഇതിൻ്റെ ലക്ഷ്യം. എനിക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ പച്ചയായിട്ടൊരു മനുഷ്യനാണ്, കുടുംബമായിട്ട് ജീവിക്കേണ്ട ഒരാളാണ്. പക്ഷേ നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന വിഷമം എനിക്കില്ല, ഒരു വിഷമവുമില്ല. കാരണം എന്താ, ഈശ്വരൻ എന്നെ ഒരു താമര ഇല പോലെ ആക്കി. മഴത്തുള്ളികൾ വീണാൽ അത് ജലാംശത്തിലേക്ക് പോകും, അത് ആ താമര ഇലയിൽ നിൽക്കില്ല. അതേപോലെ ആക്കി തന്നു. അതിന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഭഗവാന് അനന്തകോടി നമസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീരില്ല. സാക്ഷാൽ അനന്തൻ കൂടി 2000 നാവുകളെ കൊണ്ട് 365 ദിവസം ഭാഗവതം വിവരിച്ചും കൊണ്ട് ഇരിക്കുക എന്നാണ് പറഞ്ഞത്. അത് തീരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ കർമ്മബന്ധന്മാരായതിനാൽ അസ്വതന്ത്രന്മാരും, ഞങ്ങൾ കർമ്മബന്ധരായതിനാൽ അസ്വതന്ത്രന്മാരും ആ ദേവൻ സ്വതന്ത്രനുമായിരിക്കുന്നുവെന്ന് സാരം. അപ്പോൾ സ്വതന്ത്രനായ ഒരാൾക്ക് മാത്രമേ അസ്വതന്ത്രനായ ഒരാളെ സ്വതന്ത്രനാക്കാൻ പറ്റുള്ളൂ. അത് തന്നിലുള്ള ചൈതന്യത്തിന് മാത്രമാണ്. അതിന് മനസ്സിലായില്ലേ? അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.